എന്താണ് പ്ലേ? പ്ലേ എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് അത് കുട്ടികളുടെ ഒരു വിനോദം അല്ലെങ്കിൽ അവരെ ടൈം കളയൽ മാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷേ പ്ലേ എന്താ കുട്ടികളുടെ ജീവിതത്തിൽ വെറും വിനോദം മാത്രമല്ല. കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ മനസ്സും ശരീരവും ഒരുപോലെയാണ് ഗ്രോ ചെയ്യുന്നത്. ബട്ട് ഇന്നത്തെ സ്ക്രീൻ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതശൈലിയിൽ, അതായത് അമ്മമാർ അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തു പോകുന്നത്, അതുപോലെ TV ഓൺ ചെയ്ത് വെച്ച് പോകുന്നത്, ഇതൊക്കെ അവരെ, അതായത് കുട്ടികളെ ശാന്തമാക്കുന്നത് പോലെ തോന്നുമെങ്കിലും കുറേ നാളുകൾ കഴിയുമ്പോൾ അത് അവർക്ക് വേഗം ദേഷ്യം വരാനും ശ്രദ്ധ കുറയാനും ഒറ്റപ്പെടലിനും പിടിവാശി ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂട്ടാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടി പ്ലേ ചെയ്യുമ്പോൾ ചിന്ത, സംസാരം, ചലനം ഇതെല്ലാം ഒരുമിച്ച് നടക്കുന്നു. ഇമാജിൻ ചെയ്യുമ്പോൾ ബ്രെയിനിലെ ഇമാജിനേഷൻ ആൻഡ് തിങ്കിങ് സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ആകുന്നു. സംസാരിക്കുമ്പോൾ ബ്രെയിനിലെ ലാംഗ്വേജ് ഏരിയാസ് വർക്കാകുന്നു. അതുപോലെ തന്നെ അവർക്ക് കൂട്ടി പറയാനും ചിന്തിക്കുന്നത് പറയാനും അവർക്ക് പ്രാക്ടീസ് അവിടെ കിട്ടുന്നുണ്ട്. മൂവ് ചെയ്യുമ്പോൾ ഓടൽ, ചാടൽ, ബോൾ കളിക്കുന്നത് തുടങ്ങിയ മൂവ്മെൻറ്റ് ബ്രെയിനും ബോഡിയും കണക്ട് ചെയ്യുന്ന ന്യൂറൽ പാത്വേസിനെ സ്ട്രോങ് ആക്കുന്നു. ഫെയിലിയർ ആക്സെപ്റ്റൻസ്. ഇപ്പോൾ ഒരു കുട്ടി സൈക്ലിംഗ്, ബോൾ ഗെയിംസ് പോലുള്ള ഒരു പ്ലേ കളിക്കുമ്പോൾ അവൻ ജയിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം അവന് ദുഃഖം വരും, ദേഷ്യം വരും, പിന്നെ വീണ്ടും അവൻ കളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അവിടെ അവൻ ലേൺ ചെയ്യുന്നുണ്ട്. ജയിക്കാതെ പോയതിനെ ആക്സെപ്റ്റ് ചെയ്യാനും ഫ്രസ്ട്രേഷൻ കൺട്രോൾ ചെയ്യാനും ബ്രെയിൻ അവിടെ പ്രാക്ടീസ് ലഭിക്കുന്നുണ്ട്. ഇതിന് പകരം മൊബൈൽ ഗെയിംസിൽ നടക്കുന്നത്, കുട്ടി ഒരു ഗെയിമിൽ തോറ്റാൽ പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈസിലി റിവാർഡ്സ് അവിടെ അവൈലബിൾ ആണ്. ഫെയിലിയേഴ്സിൻ്റെ അനുഭവം കുട്ടിക്ക് അവിടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാനും ഡിസപ്പോയിൻമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാനും ബ്രെയിന് അവസരം അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികൾ റിയൽ ലൈഫിൽ ചെറിയ കാര്യത്തിൽ പോലും, അതായത് ഒരു ടോയ് കിട്ടിയില്ലെങ്കിൽ അവരുടെ ടേൺസിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ കുട്ടിക്ക് വലിയ ഫ്രസ്ട്രേഷനായി തോന്നുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് പാരൻറ്റ് ചൈൽഡ് ബോണ്ട്. ഇപ്പോൾ ഒരു പാരൻറ്റ് ഈവനിങ്ങിൽ ഹാഫ് ആൻ അവർ എങ്കിലും കുട്ടിയോടൊപ്പം പ്ലേ ചെയ്യുന്നതെന്ന് കരുതാം. അതായത് ബോൾ പാസിങ്ങോ, സൈക്ലിങ്ങോ, ഹൈഡ് ആൻഡ് സീക്കോ അല്ലെങ്കിൽ റോൾ പ്ലേ. ആ സമയത്ത് പാരൻറ്റ് മൊബൈൽ യൂസ് ആക്കുന്നില്ല. കുട്ടി പാരൻസിനെ ആയിട്ട് കളിക്കുമ്പോൾ അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ചിരിക്കുന്നു, ചെറിയ തമാശകൾ പറയുന്നു, ഐ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നു. അത് കുട്ടിക്ക് അമ്മ, അച്ഛൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ സേഫാണ് എന്ന ഫീലിങ്സ് ഉണ്ടാക്കുന്നു. ഇതിലൂടെ ചൈൽഡ് ഇമോഷണലി സെക്യൂർ ആകുന്നു. ഇതിന് പകരം പാരൻറ്റ് മൊബൈൽ യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ കുട്ടിയും പാരൻറ്റും തമ്മിൽ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെങ്കിലും ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാകുന്നില്ല. സോ കുട്ടി അവരെ പാരൻസ് ശ്രദ്ധിക്കാൻ വേണ്ടി കരയുകയും ദേഷ്യം കാട്ടുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് പ്ലേ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയർ ബെനിഫിറ്റ്സ്. പ്ലേ കുട്ടികളെ നല്ല പെരുമാറ്റം പറഞ്ഞല്ല പഠിപ്പിക്കുന്നത്, പകരം അനുഭവിച്ചാണ് പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പ്ലേ നോക്കാം. അതായത് കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്ന ബോൾ പാസിങ്ങോ, റോൾ പ്ലേയോ, ബിൽഡിംഗ് ബ്ലോക്സോ, ഇവിടെ എന്താ, കുട്ടികൾ അവരുടെ ടേൺസ് വരെ വെയിറ്റ് ചെയ്യാനും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒരുമിച്ച് പ്ലാൻസ് ഉണ്ടാക്കാനും പഠിക്കുന്നു. അതുപോലെ ഒരാൾക്ക് അപ്സെറ്റ് ആയാൽ മറ്റുള്ളവരത് നോട്ടീസ് ചെയ്ത് മനസ്സിലാക്കാനും പഠിക്കുന്നു. ഇതിലൂടെ അവർക്ക് എമ്പതി ഡെവലപ്പ് ചെയ്യുന്നു. അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സ് അവരുടെ സ്ഥാനത്തു നിന്ന് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അവരിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഔട്ട്ഡോർ പ്ലേ. ഒരു കുട്ടി മുഴുവൻ ദിവസം വീടിനകത്ത് സ്ക്രീൻ യൂസ് ചെയ്തിരുന്നാൽ വൈകിട്ടാവുമ്പോഴേക്കും അവൻ കൂടുതൽ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, അതുപോലെ ഹൈപ്പർ ആക്റ്റീവ്നെസ്സും കാണിക്കും, ഉറങ്ങാനും ബുദ്ധിമുട്ട് കാണിക്കും. പക്ഷേ അതേ കുട്ടി ഈവനിങ്ങിൽ ഒരു 30 to 45 മിനിറ്റ് പുറത്തു പോയി കളിച്ചാൽ, അതായത് റണ്ണിങ്, ജമ്പിങ്, സൈക്ലിംഗ്, ഹൈഡ് ആൻഡ് സീക്ക്, അതൊക്കെ അവൻ്റെ ബോഡിയിലെ എക്സസ് ആയിട്ടുള്ള എനർജി റിലീസ് ചെയ്ത് അവനെ ഫിസിക്കലി ടയേർഡാക്കും. അതുപോലെ മൈൻഡ് റിലാക്സ് ആക്കും. ഡിന്നർ കഴിഞ്ഞാൽ തന്നെ കുട്ടി കാം ആയിരിക്കും. അതുപോലെ നൈറ്റിൽ ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പ്ലേയിലും സ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴും കുട്ടികളിൽ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇമിറ്റേഷൻ. പ്ലേയിൽ കുട്ടികൾ അഡൽട്സിനെ, ഫ്രണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ടോക്കിംഗ് സ്റ്റൈൽസ്, ആക്ഷൻസ്, എക്സ്പ്രഷൻസ്, ഇതിലൂടെ ലേണിംഗ്, ലാംഗ്വേജ്, സോഷ്യൽ സ്കിൽസ് എല്ലാം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇമിറ്റേഷൻ പ്ലേയിൽ ഹെൽപ്ഫുൾ ആണെങ്കിലും സ്ക്രീൻസിൽ നിന്നുള്ള ഇമിറ്റേഷൻ ചിൽഡ്രൻസിനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാം. കിഡ്സ് ഓഫൺ കോപ്പി വാട്ട് ദേ സീ. അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ, ഷൗട്ടിങ്, റൂഡ് വേർഡ്സ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻസ്, അതായത് സ്റ്റൺസ് ഓഫ് സൂപ്പർ ഹീറോസ്, ജമ്പിങ് ഫ്രം ഹൈറ്റ്സ്, ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സേഫ് ഓർ അപ്രോപ്രിയേറ്റ്, ദേ ജസ്റ്റ് ഇമിറ്റേറ്റ്. ഇത് സോഷ്യൽ സ്കിൽസ്, ബിഹേവിയർ, ഇമോഷണൽ കൺട്രോൾ എല്ലാം നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും.
അനദർ ഇഷ്യൂ എന്ന് പറയുന്നത് റൂൾ ഫോളോ ബിഹേവിയർ ആണ്. പ്ലേയിൽ ചിൽഡ്രൻ നാച്ചുറലി ലേൺ ടു വെയിറ്റ് ഫോർ ദെയർ ടേൺ, ഫോളോ റൂൾസ് ആൻഡ് ആക്സെപ്റ്റ് വിന്നിങ് ഓർ ലോസിങ്. പക്ഷേ സ്ക്രീൻസിൽ ക്യാരക്ടേഴ്സ് ഓഫൺ ബ്രേക്ക് റൂൾസ്, അതായത് അവർ ക്യാരക്ടേഴ്സ് എന്തു തന്നെ ചെയ്തിട്ടായാലും അവർ വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഏത് റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടും അവർ വിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ചിൽഡ്രൻസ് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സ്ലോലി റൂൾ ഫോളോയിങ്, പേഷ്യൻസ്, ഡിസിപ്ലിൻസ് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് റെസിലിയൻസ്. പ്ലേ കുട്ടികളുടെ റെസിലിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെസിലിയൻസ് മീൻസ് ഡിഫിക്കൽട്ടീസ് വരുമ്പോഴും സ്ട്രെസ് ഉണ്ടാകുമ്പോഴും ഒരു കുട്ടി അതിനെ കൈകാര്യം ചെയ്ത് തിരിച്ച് മുന്നോട്ട് പോകാനുള്ള അവരുടെ സ്കില്ലിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. പ്ലേ ചെയ്യുമ്പോൾ കുട്ടി ട്രൈ അഗെയിൻ ചെയ്യാനും വെയിറ്റ് ചെയ്യാനും സ്മോൾ ഫെയിലിയേഴ്സ് ഹാൻഡിൽ ചെയ്യാനും പഠിക്കുന്നു. എന്താണ് സെൻസറി പ്ലേ? സെൻസറി പ്ലേ എന്ന് പറയുന്നത് കുട്ടികളുടെ സെൻസസ് ആക്ടിവേറ്റ് ചെയ്യുന്ന പ്ലേ ആണ്. ടച്ച്, സൈറ്റ്, സൗണ്ട്, സ്മെൽ, മൂവ്മെൻറ്റ്, ബോഡി അവെയർനെസ് ഇതെല്ലാം ഉപയോഗിച്ച് ചൈൽഡ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് സെൻസറി പ്ലേ. ഇതിലൂടെ കുട്ടി മെറ്റീരിയൽസൊക്കെ ശ്രദ്ധയോടെ ഒബ്സർവ് ചെയ്യാനും ബ്രെയിനിൽ ന്യൂ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും കഴിയുന്നുണ്ട്. സെൻസറി പ്ലേ മൈൻഡ് കാം ആക്കുകയും അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യുകയും ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസറി പ്ലേസ് ഉണ്ട്. വാട്ടർ പ്ലേ, സാൻഡ് ആൻഡ് ക്ലേ പ്ലേ, ടെക്സ്ചർ പ്ലേ, മൂവ്മെൻറ്റ് ആക്ടിവിറ്റീസ്. എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ സെൻസറി പ്ലേ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഇന്ന് പല കുട്ടികളും മൊബൈൽ, ടി വി ആൻഡ് ടാബ്ലറ്റ് എക്സ്പോഷർ കൂടുതലുള്ളതിനാൽ സെൻസറി ഓവർലോഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റിമുലേഷൻ നേരിടുന്നുണ്ട്. സ്ക്രീൻസ് ലിമിറ്റഡ് സെൻസറി ഇൻപുട്ട് മാത്രമാണ് കൊടുക്കുന്നത്. മോസ്റ്റ്ലി വിഷ്വൽസ് ആൻഡ് സൗണ്ട്സ്, റിയൽ വേൾഡ് ടച്ച്, മൂവ്മെൻറ്റ്, സ്മെല്ല് ആൻഡ് ബോഡി അവെയർനെസ് ഓൾമോസ്റ്റ് അവർക്ക് കിട്ടുന്നില്ല. സെൻസറി പ്ലേ ചിൽഡ്രൻസിനെ ബാക്ക് ടു നാച്ചുറൽ എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വാട്ടർ, സാൻഡ്, ക്ലേ, ടെക്സ്ചർ, റണ്ണിങ്, സ്വിങ്ങിങ്, ദീസ് ആക്ടിവിറ്റീസ് നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാനും എനർജി ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇംപ്രൂവ്സ് അറ്റൻഷൻ, റെഡ്യൂസ് ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് സപ്പോർട്ട് ഇമോഷണൽ റെഗുലേഷൻ. കുട്ടികൾ ഓവറായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നത് അവരെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുകയും അതുപോലെ ഡേ ടു ഡേ ലൈഫിലെ സിമ്പിളായിട്ടുള്ള പ്ലേസ് കുട്ടികളുടെ ഇമോഷൻസും ബിഹേവിയറും ഹെൽത്തിയായി ചേഞ്ച് ആക്കുകയും അതുപോലെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ സ്കിൽസ്, റെസിലിയൻസ് എല്ലാം ഇമ്പ്രൂവ് ആകാൻ വേണ്ടി പ്ലേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.